കിഫ്ബി സിഇഒ കെ.എം. എബ്രഹാം മന്ത്രിസഭയിലെ രണ്ടാമനായി പ്രവർത്തിക്കുന്നുവെന്ന് ബി അശോക് IAS പരാതി. കഴിഞ്ഞ 5 വർഷം നടന്നത് കെ.എം. എബ്രഹാമിന്റെ അമിതാധികാര പ്രയോഗമാണ്. തുടർഭരണം ഉറപ്പാക്കാൻ IAS കോക്കസ് പ്രവർത്തിച്ചു. രാജ്യഭരണകാലത്തെ സമീപനമാണ് കഴിഞ്ഞ 10 വർഷമുണ്ടായതെന്നും മെയ് 4 അത് അവസാനിക്കുമെന്നും ബി അശോക്. ശ്രീ കെ.എം. എബ്രഹാം മന്ത്രി പദവി കൂടി അസ്യൂം ചെയ്തതിനു ശേഷം സംസ്ഥാന ഗവൺമെന്റിലെ രണ്ടാമനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന ധനകാര്യ വകുപ്പിനെ മറികടന്ന് നിരവധി അവസരങ്ങളിൽ അദ്ദേഹം ഉദ്യോഗസ്ഥർക്കും മറ്റു മന്ത്രിമാർക്കും വരെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപകടകരമായ പല കാര്യങ്ങളിലേക്കും സിവിൽ സർവീസ് നീങ്ങിയതിന്റെ ഫലമാണ് എല്ലാവരും തങ്ങളുടെ അടിമകളാണെന്നും ഇങ്ങോട്ട് ചോദിച്ചു മാത്രം എല്ലാം ചെയ്താൽ മതിയെന്നുള്ള ഒരു മുഷ്കിലൂന്നിയിട്ടുള്ള ഒരു രാജകീയ ഭരണകാലത്തെ സമീപനം. ആ സമീപനം മറ്റു പലതിനെയും പുറന്തള്ളുന്നത് പോലെ ഈ മെയ് 4 പുറത്തു വരുന്ന ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം പുറന്തള്ളുകയും തിരുത്തുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാ തരത്തിലും പരാജയം ഏറ്റുവാങ്ങിയതിന്റെ നാണക്കേട് മറയ്ക്കാനാണ് തനിക്കെതിരെയുള്ള നടപടിയെന്ന് ബി അശോക്. മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ സസ്പെൻഷൻ ഉത്തരവ് വരില്ല. സസ്പെൻഷൻ കാണിച്ച് തന്നെ ഭീഷണിപ്പെടുത്തേണ്ട. പുതിയ സർക്കാർ അധികാരത്തിലേൽക്കുമ്പോൾ ഉത്തരവ് പിൻവലിക്കുമെന്നും ബി അശോക് പറഞ്ഞു. ഏപ്രിൽ 9 കേരളത്തിലെ വോട്ടർമാരെ ഡിസ്മിസ് ചെയ്ത ഒരു ഗവൺമെന്റിന്റെ സസ്പെൻഷൻ ഉത്തരവാണ്. അപ്പോൾ അത് തൽക്കാലം മേശപ്പുറത്തിരുന്നാൽ മതി. പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം തന്നെ അത് പിൻവലിക്കപ്പെടുമെന്നും സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുമെന്നും എനിക്ക് മറ്റേതൊരു പൗരനെയും പോലെ കാരണമില്ലാത്ത ഉത്തരവായതുകൊണ്ട് തന്നെ വോയിഡ് അബ് ഇഷ്യൂ ആയിട്ട് അത് പിൻവലിക്കപ്പെടുമെന്നും അപ്പോൾ തൽസ്ഥിതി പുനഃസ്ഥാപിക്കപ്പെടും, അതിന്റെ മുന്നിലുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നടപടിയും അതിന് ആവശ്യമില്ല. മുഖ്യമന്ത്രി താഴെയുള്ള ഒരാളിന് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ സാധിക്കില്ലല്ലോ.